കുറച്ച് ഡേയ്സ് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിലെ കണ്ടന്റ് ഇതായിരുന്നു: ആധിപത്യം സ്ഥാപിച്ചതോടെ IT മേഖലകളിലെ തൊഴിലവസരം ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് അതിൽ കുറച്ച് പേര് കമന്റ് ചെയ്തു, അങ്ങനെയൊന്നും തൊഴിൽ നഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് പറഞ്ഞതെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കാമായിരുന്നു എന്നെല്ലാം തരത്തിലുള്ള കമന്റ്സുകളൊക്കെ വന്നിരുന്നു. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രധാന കാരണം വന്നതോടുകൂടി IT മാത്രമല്ല എല്ലാ തൊഴിൽ മേഖലകൾക്കും ഇപ്പോൾ ഭീഷണി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞത് ഞാനല്ല, മൈക്രോസോഫ്റ്റ് ഫൗണ്ടർ ആയിട്ടുള്ള ബിൽ ഗേറ്റ്സ് ഈ അടുത്ത് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണിത്. ലോകത്തെ ഏറ്റവും മികച്ച തൊഴിലുകളും അതുപോലെ തന്നെ പ്രധാന തൊഴിൽ മേഖലകളിൽ നിന്നുമെല്ലാം അടുത്ത 10 വർഷത്തിനുള്ളിൽ മാൻ പവർ ഇല്ലാതാകും. അതായത് ആകും അവിടെ വർക്ക് ചെയ്യുക എന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെയാണ് ആ തൊഴിൽ മേഖലകൾ, എങ്ങനെയാണ് ആ തൊഴിൽ മേഖലകളെ വരുന്നതോടുകൂടി തൊഴിൽ നഷ്ടമുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. കൂടാതെ നിലവിലെ പല തൊഴിലുകൾ ഇല്ലാതാകുമ്പോൾ മറ്റു പല തൊഴിലുകൾ അവിടെ ഉടലെടുക്കുന്നുണ്ട്, അവിടെ തൊഴിൽ അവസരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഏതെല്ലാമാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ലോകത്തെ ഏറ്റവും മികച്ചതും കാഠിന്യം നിറഞ്ഞ ജോലികളിൽ ഒന്നാണ് ഡോക്ടർ ഉദ്യോഗം. ഈ MBBS കരസ്ഥമാക്കുക എന്നുള്ളത് ഓരോ വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണല്ലോ. ബിൽ ഗേറ്റ്സ് പറയുന്നത് 10 വർഷം കഴിയുമ്പോൾ ലോകത്ത് MBBS ഡോക്ടർമാർ 10% ചുരുങ്ങുമെന്നാണ്. അതായത് ലോകത്ത് ഓരോ വർഷവും മെഡിക്കൽ വിദ്യാഭ്യാസ ബിരുദം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഏകദേശം ഒരു 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം വരെയാണ്. ഇനി 10 വർഷം കഴിഞ്ഞാൽ ഈ പറയുന്ന MBBS ബിരുദധാരികളുടെ എണ്ണം ഏകദേശം ഒരു 10,000 മുതൽ 20,000 ചുരുങ്ങുമെന്നാണ് പറയുന്നത്. കാരണം പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ മെഡിക്കൽ രംഗത്ത് അതീവ മാറ്റം ഉണ്ടാവുകയും ചെയ്യും. അതിനുള്ളൊരു കാരണം തന്നെയാണ്. ഉള്ളയിടം അതീവ സുരക്ഷയാകുന്ന ഒരു സാഹചര്യം വന്നാൽ എല്ലാ തൊഴിൽ മേഖലകളും ചൂസ് ചെയ്യുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ മാത്രമാകും. സ്ഥാപനങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഏറ്റവും മികവുറ്റത് അല്ലെങ്കിൽ ഏറ്റവും മികച്ച തൊഴിൽ സ്ഥാപനം എന്നാണ്. ഹോസ്പിറ്റലുകളുടെ കേസുകൾ മാത്രം നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ യുടെ കടന്നുവരവോടുകൂടി ഏത് രോഗവും ഉടനടി നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നുണ്ട്. രോഗം ഏതാണെന്ന് അതിനുള്ള ട്രീറ്റ്മെന്റ് അത് നിർണ്ണയിക്കാനും ആ ചികിത്സ വിജയിപ്പിച്ച് രോഗിയെ രോഗവിമുക്തനാക്കാൻ സാധിച്ചാൽ തീർച്ചയായും അവിടെ വിജയിക്കുന്ന ആ സ്ഥാപനമാണ്. ഇങ്ങനെ എല്ലാ തൊഴിൽ മേഖലകളിലെയും കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ വന്നാൽ അവിടെ ഉണ്ടാകുന്നത് ആ സ്ഥാപനത്തിന്റെ വളർച്ചയാണ്. പിന്നെ ഈ സ്ഥാപനങ്ങളിൽ വരുന്ന കോമ്പറ്റീഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇടങ്ങൾ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വവും മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യും എന്നതാണ്. അതുപോലെ മൂലം തൊഴിൽ സാധ്യത കുറയുന്ന ഒരു മേഖലയാണ് ടീച്ചേഴ്സ് ജോബ്. ഇത് പറഞ്ഞതും ബിൽ ഗേറ്റ്സ് തന്നെയാണ്. പൂർണ്ണമായിട്ടും ഇല്ലാതാകാൻ പോകുന്ന ഒരു തൊഴിൽ മേഖലയാണ് അധ്യാപനം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആകും എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അദ്ദേഹം പറയുന്നത് അനുസരിച്ച് ടീച്ചിങ് ഏറ്റെടുക്കും എന്നുള്ളതാണ്. വിദ്യാഭ്യാസം മികവുറ്റതാക്കാൻ ഒരു പക്ഷേ ടീച്ചിങ്ങിന് സാധിക്കുമായിരിക്കാം. പക്ഷേ ഒരു ടീച്ചർ എന്ന് പറയുമ്പം ആ ടീച്ചറുടെ ഉത്തരവാദിത്വം ഒരിക്കലും ടീച്ചിങ് മാത്രമാകില്ലല്ലോ. കുട്ടികളുമായുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാവും, റിലേഷൻ എല്ലാം അവിടെ ഉണ്ടാകും. ഇതെല്ലാം ഒരു സാധിക്കുമോ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾക്ക് കമന്റ് രേഖപ്പെടുത്താം കേട്ടോ. ഒരു ടീച്ചിങ്ങിന് ഈ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണ്. എന്തായാലും ടീച്ചിങ് രംഗത്ത് അല്ലെങ്കിൽ പഠന രംഗത്ത് കൂടുതൽ മികവുറ്റതാക്കാൻ സാധ്യമാകുമ്പോൾ അവിടെ അധ്യാപനം എന്ന തൊഴിൽ ഇല്ലാതാവും എന്നാണ് ബിൽ ഗേറ്റ്സ് വാദിക്കുന്നത്. അതായത് പല സെക്ടറുകളിലും ജോബുകൾ ഇല്ലാതാവും ഈ യുടെ കടന്നുവരവോടുകൂടി. എങ്ങനെ പോസിറ്റീവായും അതുപോലെ നെഗറ്റീവായും സ്വാധീനിക്കുന്നു എന്ന് വിശദമാക്കി തരാം. മെഡിക്കൽ രംഗത്ത് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെച്ചപ്പെട്ട ഡയഗ്നോസ്റ്റിക് അതായത് എക്സ്റേ, സ്കാനിങ്, അതുപോലെ MRI ഇതെല്ലാം ഏറ്റവും വേഗത്തിലും കൃത്യമായി വിശകലനം ചെയ്യാൻ സാധിക്കുമെന്നാണ്. അതുപോലെ വ്യക്തിഗത ചികിത്സ, അതായത് ഈ ജനിതക ഡാറ്റ അടിസ്ഥാനമാക്കി ചികിത്സാ പദ്ധതികൾ സജ്ജമാക്കുന്നുണ്ട്. കൂടാതെ ഓട്ടോമേറ്റഡ് ഭരണം,
അതായത് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂളിംഗ്, ബില്ലിംഗ്, ഡോക്യുമെന്റേഷൻ ഇതെല്ലാം സ്വയം കൈകാര്യം ചെയ്യുന്നു. പിന്നെ വെർച്വൽ അസിസ്റ്റന്റുകൾ, ചാറ്റ് ബോട്ടുകൾ പ്രാഥമിക ഡയഗ്നോസിസ് നൽകുന്നു. കൂടാതെ റോബോട്ടിക് സർജറി, ഡാൻജ് പോലെയുള്ള റോബോട്ടുകൾ സർജന്മാരെ സഹായിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ റേഡിയോളജിസ്റ്റുകൾ, പാത്തോളജിസ്റ്റുകൾ എന്നിവരുടെയൊക്കെ ആവശ്യകത അവിടെ കുറയും. നഴ്സുമാർ, മെഡിക്കൽ കോഡന്മാർ എന്നിവരുടെയൊക്കെ ജോലികൾ ഏറ്റെടുക്കും. അതുപോലെ കൃത്യമായ നോളജ് ഇല്ലാത്ത ഡോക്ടർമാർ ഫീൽഡ് ഔട്ട് ആയി പോകും. അതായത് പുതിയതായി വരുന്ന അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർക്ക് ജോലി കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇതിനൊരു പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ ടൂൾ പഠിക്കുക. അതായത് അഡാപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുക. പിന്നെ രോഗികളുമായി ഒരു മാനുഷിക ബന്ധം പുലർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം അതൊരിക്കലും മനുഷ്യനെ പോലെ സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റൊന്ന്, ഈ ടീച്ചിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഡ്യൂക്കേഷൻ ലെവൽ ഹൈ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പാഠങ്ങൾ സജ്ജമാക്കുന്നു. ഓട്ടോമേറ്റഡ് ഗ്രേഡിംഗ് വരും, വെർച്വൽ ട്യൂട്ടേഴ്സ് വരും. ഇങ്ങനെ കൂടുതൽ സംവിധാനങ്ങൾ വിദ്യാഭ്യാസ മേഖലകളിൽ വരുമ്പോൾ ട്യൂട്ടർമാരുടെയും ടീച്ചിങ് അസിസ്റ്റന്റുകളുടെയും ജോലി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ കാരണം ജോലി പോകാൻ സാധ്യതയുള്ള മേഖലകളാണ് ഈ ക്രിയേറ്റീവ് ഇൻഡസ്ട്രികൾ, അതായത് ഈ ഗ്രാഫിക് ഡിസൈൻ പോലുള്ളവ. അതുപോലെ അക്കൗണ്ടിംഗ് ജോബുകൾ, ട്രാൻസ്പോർട്ടേഷൻ, ഡ്രൈവിംഗ് ജോലികൾ, റീറ്റെയിൽ കസ്റ്റമർ സർവീസ് ജോബുകൾ, മാനുഫാക്ചറിംഗ്, ഫാക്ടറി ജോലികൾ, ഇതെല്ലാം യുടെ സ്വാധീനം മൂലം ജോലി പോകാൻ സാധ്യതയുള്ള ജോലികൾ തന്നെയാണ്. പക്ഷേ കംപ്ലീറ്റ്ലി മുഴുവൻ അവിടെ അവസരം തകരും എന്ന് പറയാൻ കഴിയില്ല. ക്കൊപ്പം സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ കുറെയെല്ലാം ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തന്നെ പറയാം. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ളത് ടെക്നോളജി വളർന്നു വരുന്നതിനനുസരിച്ച് പുതിയ തൊഴിൽ മേഖല ഉടലെടുക്കുമെന്നാണ്. അത് ഹൈ സാലറിയിൽ വർക്ക് ചെയ്യാൻ അവിടെ സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ്, ഇവരുടെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ മോഡലുകൾ രൂപകൽപ്പന ചെയ്യുക, ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഡാറ്റ അനലൈസ് ചെയ്യുക. ഇതിന് നേടേണ്ട സ്കിൽസ് എന്ന് വെച്ചാൽ പൈത്തോൺ, ടെൻസർഫ്ലോ, ഡീപ് ലേണിംഗ് എന്നിവയൊക്കെയാണ്. ഇവിടെ 20 ലക്ഷം വരെ വാർഷിക വരുമാനം ലഭിക്കുന്ന ഒരു ജോലിയാണിത്. അതുപോലെ ഡാറ്റ സയന്റിസ്റ്റ്, ഇവരുടെ ജോലി ഡാറ്റ വിശകലനം ചെയ്ത് ക്ക് ഉപയോഗിക്കാവുന്ന പാറ്റേണുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. സ്കിൽസ് എന്ന് വെച്ചാൽ പൈത്തോണും സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലും ഒക്കെയാണ്. ശമ്പളം 5 മുതൽ 18 ലക്ഷം വരെ ലഭിക്കുന്നുണ്ട്. അതുപോലെ റിസർച്ച് സയന്റിസ്റ്റ്, അതായത് പുതിയ അൽഗോരിതങ്ങൾ കണ്ടുപിടിക്കുക, ഗൂഗിൾ, ഡീപ് മൈൻഡ്, ഓപ്പൺ പോലെ. റോബോട്ടിക്സ് എഞ്ചിനീയേഴ്സ്, റോബോട്ടുകൾ രൂപകൽപ്പന ചെയ്യുക, അങ്ങനെ സർജിക്കൽ റോബോട്ടുകൾ, എത്തിക്കൽ സ്പെഷ്യലിസ്റ്റ്, പറഞ്ഞു തീരാൻ സാധിക്കാത്ത ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വരുന്നുണ്ട്. ഇവിടെ ചില ജോലികൾ ഇല്ലാതാവുമ്പോൾ മറ്റു ചിലത് ഉടലെടുക്കുന്നു. പരമ്പരാഗത തൊഴിലുകൾ ഇല്ലാതാവുകയും പുതിയത് ലോകത്തിന് മാറ്റം ഉണ്ടാവുകയും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കാലത്തിനൊപ്പം സഞ്ചരിക്കുക, ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്.